ഇസ്രയേൽ US ആക്രമണത്തിന് ഇറാൻ തിരിച്ചടി നൽകിയതോടെ പശ്ചിമേഷ്യ കലാപകലുഷിതം. കുവൈറ്റ് വിമാനത്താവളത്തിലും UAE-യിലെ പാം ജുമേറയിലും ആക്രമണം നടന്നു. ഇറാൻ സ്കൂളുകളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനികളുടെ എണ്ണം 115 ആയി. ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ഖമേനിയെ കൊല്ലപ്പെട്ടതായി ട്രംപിന്റെ പോസ്റ്റ്. എന്നാൽ ഇറാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വിവരങ്ങളുമായി ഇപ്പോൾ ജമാൽ ചേരുന്നുണ്ട്. ജമാൽ, ഇപ്പോഴിതാ ആയത്തുൽ ഖമേനിയെ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അത്തരം വിവരങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. സാമ്പത്തിക രംഗത്തടക്കം നിരവധി പ്രഹരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യുദ്ധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശരണ്യ, ഇസ്രയേൽ അമേരിക്ക ഇറാൻ യുദ്ധം കൂടുതൽ രൂക്ഷമാകുമ്പോൾ വലിയ നാശനഷ്ടങ്ങളാണ് അതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ആ ഏരിയകളിൽ മാത്രമല്ല, അത് ഗൾഫ് രാജ്യങ്ങളിൽ കൂടി അതിന്റെ പ്രത്യാഘാതം വലിയ തോതിൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ഗൗരവമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ദുബായ് എയർപോർട്ടിലും അതുപോലെ തന്നെ അബുദാബി എയർപോർട്ടിലും ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. അബുദാബി എയർപോർട്ടിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. ദുബായ് എയർപോർട്ടിൽ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റത്. അതുപോലെ തന്നെ ദുബായിലെ ആഡംബര ഹോട്ടലായ ബുർജ് അൽ അറബിലേക്കും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഇവിടെ ബുർജ് അൽ അറബിന്റെ പുറംഭാഗത്ത് ചെറിയ തീപിടുത്തമുണ്ടായി. ഇവിടെ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലെ നിരവധിയായ തന്ത്രപ്രധാന സ്ഥലങ്ങളിലേക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. ഖത്തറിൽ ഇന്നലെ വൈകിട്ട് ഏറെ വൈകി 20 ഇടങ്ങളിലാണ് തുടരെ സ്ഫോടനം ഉണ്ടായത്. ബഹ്റൈനിലും വലിയ തോതിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. ഇത് ഗൾഫ് രാജ്യങ്ങളെ ഭീതിയിലാക്കുന്നു എന്നതിനപ്പുറം തന്നെ ഇത് ഈ പ്രവാസ ലോകത്തെ മലയാളികളെ ഏറെ ആശങ്കയിലാക്കുന്നു. കാരണം ഇതിനൊരു പ്രത്യാഘാതം അനുഭവിക്കുന്നത് ഒരുപക്ഷെ നേരിട്ട് തന്നെ അനുഭവിക്കുന്നത് മലയാളികൾ കൂടിയാണ്. 30 ലക്ഷത്തിലേറെ മലയാളികൾ ഗൾഫിലെ വിവിധ രാജ്യങ്ങളിലുണ്ട്. ഇവരൊക്കെ തന്നെയും ഈ യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും പക്ഷേ ഈ ഡ്രോൺ ആക്രമണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ തുടരുക തന്നെയാണ്.